ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചാണ്. എന്താണെന്നല്ലേ, ബാക്ക് പെയിൻ അഥവാ നമ്മുടെ ഡിസ്ക് ബൾജിങ്. ഇന്ന് വളരെ സാധാരണമായിട്ടും പ്രായം കുറഞ്ഞവർ മുതൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ആണ് ഡിസ്ക് ബൾജിങ് എന്ന്. എന്താണ് ഡിസ്ക് ബൾജിങ് എന്ന് പറയുന്നത്? നമ്മുടെ സ്പൈൻസിലുള്ള ബോൺസിന്റെ ഇടയിൽ സോഫ്റ്റ് ഡിസ്ക് ഉണ്ട്. ഈ സോഫ്റ്റ് ഡിസ്ക് നമ്മുടെ ഷോക്കസ്പിയർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഡിസ്ക് പുറത്തേക്ക് ചാഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് ഡിസ്ക് ബൾജിങ് എന്ന് പറയുന്നത്. ഡിസ്ക് ബൾജിങ് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് ബാക്ക് പെയിൻ, അതുപോലെ കാലിലോട്ടുള്ള വേദന, കാലിന്റെ തരിപ്പ്, പെരുപ്പ്, അങ്ങനത്തെ പ്രോബ്ലംസ് ആണ് ഡിസ്ക് ബൾജിങ് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ആ വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസ്ക് ബൾജായി നമ്മുടെ വെയിൻസിൽ ടച്ച് ആകുമ്പോഴാണ് നമുക്ക് ഇത്രയും സിംറ്റംസ് കാണിക്കുന്നത്. നമ്മുടെ ബോൺസിനും മസിൽസിനും സ്ട്രോങ് ആവാൻ അത്യാവശ്യം വേണ്ട ഒന്നാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ന്യൂട്രീഷൻ വളരെ അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു സപ്ലിമെന്റുമായിട്ട് ഹെർബാലൈഫ് കമ്പനി നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഹെർബാലൈഫ് ജോയിന്റ് സപ്പോർട്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിലെ ജോയിൻസ് എല്ലാം ഫ്ലെക്സിബിൾ ആയി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആണ് ജോയിന്റ് സപ്പോർട്ട്. ഹെർബാലൈഫ് ജോയിന്റ് സപ്പോർട്ട് എങ്ങനെയാണ് നമ്മുടെ ബോഡി പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജോയിൻസിന്റെ ഇടയിലുള്ള ലൂബ്രിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ നമ്മളെ കാർട്ടിലേജസിനെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മളെ ഇൻഫ്ലമേഷൻ, അതായത് നീര് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ മൂവ്മെന്റിനും, ചില ആൾക്കാർക്ക് നടക്കുമ്പോൾ നല്ല സ്റ്റിഫ്നെസ് തോന്നാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് മൂവ്മെന്റ് ഈസി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആണ് ഹെർബാലൈഫ് ജോയിന്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ജോയിന്റ് സപ്പോർട്ട് ആരൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? മുട്ടുവേദന ഉള്ളവര്, അതുപോലെ ഡിസ്ക് പ്രോബ്ലം കാരണം നടുവേദന അനുഭവിക്കുന്ന ആൾക്കാർക്ക്, എക്സസൈസ് ചെയ്യുന്നവര്, ഒരുപാട് ടൈം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ജോയിന്റ് സപ്പോർട്ട് യൂസ് ചെയ്യണം. കാരണം നമ്മുടെ ബോൺസിനും മസിൽസിനും സ്ട്രോങ് ആവാനും ഹെൽത്തി ആവാനും ഉള്ള ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആണ്. ഈ ജോയിന്റ് സപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഗ്ലൂക്കോസമൈനും സ്ക്രൂട്ടിലേറിയ എന്ന് പറയുന്ന ചൈനീസ് ഹെർബ്സും പിന്നെ മിനറൽസും ആണ്. ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്ലൂക്കോസമൈൻ എന്ന് വെച്ചാൽ നമ്മുടെ കാർട്ടിലേജസിനെ സപ്പോർട്ട് ചെയ്യാനും ജോയിൻസിന് സ്റ്റിഫ്നെസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഗ്ലൂക്കോസമൈൻ. കണ്ടന്റ് ആണ് സ്ക്രൂട്ടിലേറിയ എന്ന് പറഞ്ഞ ചൈനീസ് ഹെർബ്സ്. ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ജോയിൻസിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ജോയിൻസിന്റെ ഇടയിലുള്ള ലൂബ്രിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹെർബ്സ് ആണ് സ്ക്രൂട്ടിലേറിയ എന്ന് പറഞ്ഞ ഹെർബ്സ്. ഇത് ഹെർബൽ ഇൻഗ്രീഡിയന്റ് ആണ്. മറ്റ് ഇൻഗ്രീഡിയന്റ് ആണ് മിനറൽസ് ആയിട്ടുള്ള മാംഗനീസും കോപ്പറും എന്ന് പറയുന്നത്. മാംഗനീസ് നമ്മളെ ജോയിൻസിനെയും കാർട്ടിലേജിനെയും ഹെൽത്തിലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് മാംഗനീസ് എന്ന് പറയുന്ന മിനറൽസ്. അതുപോലെ കോപ്പർ നമ്മുടെ ബോഡിയിലുള്ള കൊളാജൻ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും. കാർട്ടിലേജസിൻ്റെയൊക്കെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കോപ്പർ എന്ന് പറയുന്ന മിനറൽസ്. എല്ലാം കൂടി ചേർന്ന ഒരു ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആണ് ജോയിന്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. കാർട്ടിലേജസിനെ റിപ്പയർ ചെയ്യുന്ന ഗ്ലൂക്കോസമൈനും പെയിൻ കൺട്രോൾ ചെയ്യുന്ന ഹെർബൽ എക്സ്ട്രാക്റ്റും നമ്മുടെ ജോയിൻസിന് സ്ട്രെങ്ത് നൽകുന്ന മിനറൽസും കൂടി ചേർന്നിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് ഹെർബാലൈഫ് ജോയിന്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ബാക്ക് പെയിൻ ഉള്ള ഒരു സപ്ലിമെന്റ് മാത്രം ആഡ് ആക്കിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം എന്ന് വെച്ചാൽ നിങ്ങൾ എവറി ഡേ 30 മിനിറ്റ്സ് ബോഡി എന്തെങ്കിലും മൂവ്മെന്റ് കൊണ്ടുവരിക. അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരുപാട് നേരം ഇരിക്കാതിരിക്കുക. ഒരു അരമണിക്കൂർ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്തിട്ട് വന്നിട്ട് ഇരിക്കാം. അല്ലാതെ കണ്ടിന്യൂസ്ലി ഒരു സ്ഥലത്ത് ഒരേ പോസ്റ്ററിൽ ഇരിക്കാതിരിക്കുക. വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ആക്കുക. നമുക്ക് ജോയിൻസിന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. ഓരോ മൂവ്മെന്റ്സിനും വെള്ളം അത്യാവശ്യമാണ്. അതുകൊണ്ട് വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ആക്കുക. അതുപോലെ എക്സസ് വെയിറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എക്സസ് വെയിറ്റ് കുറയ്ക്കാം. അതുപോലെ മറ്റൊരു കാര്യമാണ് ന്യൂട്രീഷൻ ഹാബിറ്റിലോട്ട് മാറുക എന്നുള്ളത്. നമ്മുടെ ബോഡിയിൽ ഏതൊരു പ്രവർത്തനം നടക്കണമെങ്കിലും ന്യൂട്രീഷൻ വളരെ അത്യാവശ്യമാണ്. അല്ല, എന്താണോ നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉള്ളത് അത് നിങ്ങൾ കവർ ചെയ്ത് ഒരു ന്യൂട്രീഷൻ ഹാബിറ്റിലോട്ട് മാറുക. അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ബോഡിയെ നമ്മൾ കെയർ ചെയ്യുക എന്നുള്ളത്. ഈ പറഞ്ഞ 5 ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യവും അതുപോലെ ഒരു സപ്ലിമെന്റും ആഡ് ആക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ബാക്ക് പെയിൻ റിലീഫ് ആവാൻ തുടങ്ങും. നിങ്ങൾക്ക് ഒരു ന്യൂട്രീഷൻ ഹാബിറ്റിലൂടെ വെയിറ്റ് ലോസ് ചെയ്ത് റിമൈനിങ് പാർട്ട് ഓഫ് ദ ലൈഫ് ഹെൽത്തി ആയിട്ടും ആക്റ്റീവായിട്ടും യങ്ങായിട്ടും ഇരിക്കാനായിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാനും സപ്ലിമെന്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇറ്റ്സ് മീ ജോഹറ ബീഗം, വെൽനസ് കോച്ച്, ലൈഫ് സ്റ്റൈൽ വെൽനസ് സെന്റർ, കല്ലമ്പലം.